ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്തെന്ന് വെച്ചാൽ, കുറച്ച് നാൾ മുമ്പ് ഞങ്ങളൊരു പളനി യാത്ര ചെയ്തിരുന്നു. അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ കരുതുന്നു. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ പോയത് ഗുരുവായൂരിലേക്കായിരുന്നു. ഗുരുവായൂരിലേക്ക് ചെന്നപ്പോൾ ഏകദേശം രാവിലെ സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പം ഞങ്ങൾ കയറി തൊഴുത് ഭഗവാനെ തൊഴുതിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് പോകാമെന്ന് കരുതിയാണ് ആദ്യം അവിടേക്ക് ചെന്നത്. പക്ഷേ അതിഭയങ്കരമായ തിരക്കായിരുന്നു അവിടെ. തിരക്ക് കാരണം ഞങ്ങൾക്ക് ഉള്ളിൽ കയറി നിന്ന് തൊഴുതാനായിട്ട് സാധിച്ചില്ല. പുറത്ത് നിന്ന് തൊഴുത് മടങ്ങേണ്ടി വന്നു. ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി പോകാൻ ആഗ്രഹിച്ച ഒരു സ്ഥലമാണ്. എന്തായാലും എങ്ങനെയെങ്കിലും ഒന്ന് പോകാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് തൊഴുതിറങ്ങി കഴിഞ്ഞ ഉടനെ ഞങ്ങൾ പോയത് പിന്നെ പളനിയിലേക്കുള്ള യാത്രയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുതിരാൻ തുരങ്കത്തിലേക്ക് കയറി. ശരിക്കും കുതിരാൻ തുരങ്കം എന്ന് ഞാൻ പറഞ്ഞൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ആദ്യമായിട്ടാണ് കാണുന്നതും ഇതിലെയുള്ള യാത്ര എക്സ്പീരിയൻസ് ചെയ്യുന്നതും. ശരിക്കും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ പുറത്തെ വെട്ടത്തിലൊക്കെ പോയിട്ട് ഇപ്പോൾ ഒരു തുരങ്കത്തിനകത്തൂടെ പോകുമ്പം ഒരു പ്രത്യേകതരം ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ശ്വാസം മുട്ടൽ പോലെ ഇടയ്ക്ക് തോന്നി. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു അടച്ചുറപ്പുള്ള ഒരു ഭാഗത്തൂടെ ഇങ്ങനെ പുറത്തെ കാര്യങ്ങളൊന്നും കാണാതെയുള്ള യാത്രയായപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി. എങ്ങനെയെങ്കിലും ഇതിനകത്ത് നിന്ന് ഇറങ്ങിയാൽ മതി എന്ന് തോന്നി. എന്നിരുന്നാൽ പോലും ഉള്ളിലൊക്കെ വെട്ടമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുതിരാൻ തുരങ്കത്തിലൂടെ യാത്ര തുടർന്നു. ശരിക്കും പറഞ്ഞാൽ പിന്നെ ഒരു ഒട്ടും പ്ലാനല്ലാത്തൊരു യാത്രയായിരുന്നു ഞങ്ങളുടെ പളനി യാത്ര എന്ന് പറയുന്നത്. പ്രീ പ്ലാൻഡ് അല്ലാത്തൊരു യാത്ര. ഞങ്ങളുടെ അടുത്തുള്ളൊരു ചേട്ടന് ഇതുപോലെ അവർ 10-40 പേര് അടങ്ങുന്ന ഒരു ടൂറിസ്റ്റ് വണ്ടിയിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരാഴ്ച കൊണ്ട് ഞങ്ങളോട് ചോദിച്ചു വരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ എന്നാൽ ശരി നമുക്കും പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങ് പോരുമായിരുന്നു. ഗുരുവായൂരെ പോലെ പളനിയിലും പോകണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ശരിക്കും ഇങ്ങനെ പോകാൻ പറ്റുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല. പെട്ടെന്ന് ഉള്ളൊരു യാത്രയായതിനാൽ ശരിക്കും പറഞ്ഞാൽ നല്ല എക്സൈറ്റ്മെൻറ്റോടെയാണ് ഞാൻ ആ യാത്ര തുടർന്നത്. പളനിയിൽ പോകാനെക്കൊണ്ട് കുറേ കാലം മുമ്പേ ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ കുതിരാൻ കഴിഞ്ഞ് ഇറങ്ങാറായി. അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു 3 ദിവസത്തെ ട്രിപ്പായിരുന്നു ഞങ്ങളുടെ യാത്ര. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും പളനിയിലെത്തി. വണ്ടിയിലിരിക്കുമ്പം തന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് പളനിമല കാണാൻ സാധിക്കുമായിരുന്നു. പുറത്തെ ചൂട് വണ്ടിയിലിരുന്നപ്പോൾ തന്നെ നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. വഴിയരികിൽ പേരയ്ക്കായും മാങ്ങായും ഒക്കെ കച്ചവടം നടത്തുന്ന കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് ഞങ്ങൾ റൂമൊക്കെ എടുത്തു, ഫ്രഷൊക്കെ ആയി, ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. ഒരു മലയാളി ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. വലിയ കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പുറത്തെ തമിഴ്നാട്ടിലെ ഫുഡൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല. പക്ഷേ മലയാളി ഹോട്ടൽ ആയതുകൊണ്ടായിരിക്കും പക്ഷേ എനിക്ക് കുറച്ച് കുഴപ്പമില്ലാന്ന് തോന്നിയത്. അങ്ങനെ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പടി കയറി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. തൊഴുതിറങ്ങി പഞ്ചാമൃതവും വാങ്ങി ഞങ്ങൾ 8:30 ആയപ്പോഴത്തേക്ക് റൂമിലെത്തി. ബാക്കി യാത്രാവിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. ബൈ ബൈ.